السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരാനന്തരം സ്വഹാബത്തിനെ കൂട്ടിയിരുത്തി സംസാരിക്കുമായിരുന്നു. ആ സദസ്സിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ട് തിരിച്ചു പോകും. അവരുടെ കൂട്ടത്തിലൊരാൾ അദ്ദേഹത്തിൻ്റെ പ്രായം കുറഞ്ഞ കുട്ടിയുമായി ആ ക്ലാസ്സിൽ ഇരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നടക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടി വളരെ കൗതുകത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ പുറം കയറി മറിയുകയും അവർക്കിടയിലൂടെ ഓടി നടക്കുകയും ചെയ്യുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇയാളെ കാണാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞ് മരണപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹത്തിനെ ആശ്വാസമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, താങ്കളുടെ മരണപ്പെട്ടുപോയ ഈ കുട്ടി മരിക്കാതെ താങ്കളോടൊപ്പം താങ്കൾക്ക് സന്തോഷവും സമാധാനവും താങ്ങും തണലുമായി കൂടെ ഉണ്ടാകുന്നതാണോ സന്തോഷം? അതല്ല, നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ കോലായിൽ താങ്കളെയും കാത്തിരിക്കുന്നതാണോ താങ്കൾക്ക് സന്തോഷം? ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സ്വർഗകവാടത്തിൽ അദ്ദേഹം എന്നെയും കാത്തിരിക്കണം, അതാണ് എൻ്റെ ജീവിതത്തിലെ അഭിലാഷം, എനിക്കേറ്റവും സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾ താങ്കളുടെ കുട്ടിയുടെ വിയോഗമോർത്ത് വിഷമിക്കേണ്ടതില്ല. സ്വർഗത്തിൻ്റെ ഡോറിങ്കിൽ താങ്കളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ കുട്ടി കാത്തിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട് കൂടെയുള്ള സഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത് ഇദ്ദേഹത്തിന് മാത്രം ഖാസാണോ, പ്രത്യേകമാണോ? അതല്ല, ഞങ്ങളുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ ഞങ്ങൾക്കും ഈ ഒരു ഓഫർ ഉണ്ടാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഈ ഒരു ഓഫർ കേട്ടപ്പോൾ അത്യധികം സന്തോഷത്തോടെ, അതുപോലെ തന്നെ ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന ആ ഒരു ആഗ്രഹത്തോടെ സ്വഹാബത്ത് ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു സംസാരത്തിൻ്റെ ആമുഖമായി ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും അസ്വസ്ഥതയിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തി ചെറിയൊരു വിഷമം ബാധിച്ചപ്പോൾ അദ്ദേഹം വല്ലാതെ ഡെസ്പായി. അദ്ദേഹം അതിന് കാരണം പറയുന്നത്, മരിക്കുമോ എന്ന ഒരു പേടി എന്നെ വല്ലാതെ അലട്ടുന്നു എന്നാണ്. അത്യാവശ്യം നല്ല മസിൽ പവറുള്ള, പ്രായം വളരെ കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും മരണം അയാളെ, ആ ഒരു ഭീതി അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രോഗങ്ങളാൽ വേട്ടയാടപ്പെട്ട നിരവധി ആളുകൾ മാനസിക, ശാരീരിക, കുടുംബപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ നിരവധി സമ്മർദ്ദങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഒഴിവില്ല എന്ന്. ഒഴിവില്ലാതെ നാം ഓടി നടന്ന് ധാരാളം പണം സമ്പാദിച്ചു കൂട്ടിയിട്ട് വലിയ സൗധങ്ങൾ തീർത്തിട്ട് ഭൗതിക ലോകത്തെ സൗകര്യങ്ങളെല്ലാം നമ്മുടെ കുടക്കീഴിൽ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഉണ്ടെന്ന് നാം സങ്കല്പിച്ചാൽ പോലും എത്രത്തോളം നമുക്കതെല്ലാം നുകരാൻ സാധിക്കും? ഒരു രോഗം വന്നാൽ വെള്ളം കുടിക്കാനുള്ള തോത് ഡോക്ടർ നിശ്ചയിച്ചിരിക്കുകയാണ്. വെള്ളം തീരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരും ഉണ്ട്. മാരകമായ ക്യാൻസറിൻ്റെ വ്രണം കാരണത്താൽ അന്നനാളത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ആഴ്ചയിൽ 4 തവണ ഡയാലിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഇതൊരു പ്രയാസവും ഇല്ലാത്ത ആളുകൾക്കും, വളരെ സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും, നമ്മുടെ മുന്നിൽ വരുന്ന നിത്യവും നാം കാണുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകളും അധാർമികതകളും, ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതിയും അതുപോലെ തന്നെ അവകാശധ്വംസനവും ഓർത്ത് മനസ്സ് വേദനിക്കാത്ത ആരാണുള്ളത്? എല്ലാ വേദനയ്ക്കും ഒരു പരിഹാരമുണ്ടോ? ഒരു അറുതിയുണ്ടോ? ഒരു ആധിയുണ്ടോ? ഒരു ഒരു ചെന്നെത്താനുള്ള ഒരു അവലംബമുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ ഇസ്ലാം വെക്കുന്നതാണ് സ്വർഗം. ഫലസ്തീനിൻ്റെ തെരുവീഥിയിലൂടെ തൻ്റെ കൊച്ചനുജനെ ഷോൾഡറിലേറ്റി 6.5 വയസ്സുകാരൻ, 7 വയസ്സുകാരൻ, ചെരുപ്പ് പോലുമില്ലാത്ത നഗ്നപാതനായി ഫലസ്തീനിൻ്റെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ആ വീഡിയോ രംഗം നമ്മുടെ മനോമുകുരത്തെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിനത് നിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, ദുഃഖമില്ലാത്ത, വിഷമങ്ങളില്ലാത്ത,
എല്ലാ സങ്കടങ്ങളുടെയും എല്ലാ സന്താപങ്ങളുടെയും എല്ലാ നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും അറുതിയായി പരിഹാരമായി ഒരു സ്വർഗം വരാനിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖജനാവിലിരിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വരുന്നു. ഉമർ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് പറയാൻ അല്പം ക്ഷുഭിതനായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, വമാ യുബ്കീക യാ ഉമർ, ഉമർ താങ്കൾ എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങകലെ കിസ്റയും കൈസറും അടക്കി ഭരിക്കുന്ന റോമിൻ്റെയും പേർഷ്യയുടെയും തലവന്മാർ സുന്ദരമായ കൊട്ടാരങ്ങളിൽ അന്തിയുറങ്ങുമ്പോൾ അൻത റസൂലുള്ളാ, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, റഹ്മത്തുല്ലിൽ ആലമീനായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ച അന്തിമദൂതനായ അങ്ങ് അനുഭവിക്കുന്ന ഈ പ്രയാസം. എന്തായിരുന്നു അദ്ദേഹം കണ്ടത്? ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം ചുവന്ന പാടുകൾ വീണിരുന്നു. ആ ഓലയുടെ പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് കണ്ടതാണ് ഉമറിനെ കരയിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, അല്ലയോ ഉമർ, അമാ തർദാ അൻ തകൂന ലഹുമുദ്ദുനിയ വലനൽ ആഖിറ, ഉമറെ താങ്കൾക്ക് സന്തോഷിച്ചുകൂടെ, സമാധാനിച്ചുകൂടെ, തൃപ്തിയടഞ്ഞുകൂടെ, മനസ്സിൽ ചിന്ത കൊണ്ട് ആശ്വാസം കണ്ടെത്തിക്കൂടെ? ഈ ഭൗതിക ലോകത്ത് ഇല്ലായ്മയിലും വല്ലായ്മയിലും കഷ്ടനഷ്ടങ്ങളിലും ആശ്വാസം കണ്ടെത്താനുള്ളൊരു വഴി അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്തായിരുന്നു ആ വഴി? അമാ തർദാ അൻ തകൂന ലഹുമുദ്ദുനിയ വലനൽ ആഖിറ, അവർക്ക് അല്ലാഹു ഈ ദുനിയാവ് വിശാലമാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ ദുനിയാവ് അല്ലാഹു ആർക്കും വിശാലമാക്കി കൊടുക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെന്നോ ഇഷ്ടപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ല ആ കാര്യത്തിൽ. അവർക്ക് കിസ്റക്കും കൈസറിനും അതിൻ്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ നൽകിയെങ്കിൽ എനിക്കും നിനക്കും നാളെ പരലോകത്ത് സ്വർഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതോർത്ത് സമാധാനിച്ചുകൂടെ ഉമറെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് അവതരിപ്പിക്കപ്പെട്ട ആ സമയത്ത് ശത്രുക്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ അയച്ചുവിട്ടു. മുഹമ്മദിനെ അള്ളാഹു കൈവിടിഞ്ഞിരിക്കുന്നു, അവനെ ബാധിച്ച ജിന്ന് ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ 2 അധ്യായം ഒരുമിച്ചിറങ്ങി. സൂറത്തുൽ ദുഹയും സൂറത്തുൽ ഇൻഷിറാഹുമാണ് ആ 2 സൂറത്തുകൾ. എന്താണ് സൂറത്തുൽ ദുഹയിലുള്ളത്? അങ്ങേയറ്റത്തെ മനോവിധിയിൽ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്, വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, അള്ളാഹു നിങ്ങളെ കൈവെടിഞ്ഞിട്ടില്ല, അള്ളാഹു നിങ്ങളോട് കോപിക്കുന്നുമില്ല. പ്രവാചകരെ, ആരോപണങ്ങളും ആക്ഷേപങ്ങളും പലതരത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങളും താങ്കൾക്കെതിരെ നടക്കുമ്പോൾ താങ്കൾ വിഷമിക്കേണ്ടതില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ആദ്യത്തേതിനേക്കാളും താങ്കൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് പരലോകമാണ്, മരണത്തിനപ്പുറത്തുള്ള സ്വർഗമാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. വേദനയിൽ, സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, കനത്ത ആരോപണങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ, പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അകാരണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കേണ്ടി വന്ന പഴികൾക്ക് മുമ്പിൽ അള്ളാഹു ആശ്വാസമായി പഠിപ്പിച്ചത് സ്വർഗമുണ്ട് എന്നതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മിമ്പറിൽ വെച്ച് പറയുകയുണ്ടായി, പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല തൻ്റെ ദാസന് തൻ്റെ അടുത്തുള്ള അനുഗ്രഹങ്ങളും ഭൗതിക ലോകത്തെ സൗകര്യങ്ങളും കാണിച്ചു തന്നു. ദാസൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മരിക്കാൻ കിടക്കുന്ന ഘട്ടത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനയും പ്രയാസങ്ങളും കണ്ട് സഹിക്കവയ്യാതെ ഒരു പിതാവിനോടുള്ള ആ ഒരു പുത്രവാത്സല്യം അവർ പ്രകടിപ്പിക്കുകയാണ് അവിടെ. അള്ളാഹുവേ, എൻ്റെ പിതാവിൻ്റെ വേദന എത്രയാണ് എന്ന് വിലപിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഫാത്തിമ, നിന്റെ പിതാവിന് ഇന്നേ ദിവസത്തിന് ശേഷം ഇനി വേദനയില്ല മോളെ എന്നാണ്. 40 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതം കടന്നുപോയത്. ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളും
അതിലുപരി ദേശപരിത്യാഗം, ഹിജറ വരെ ചെയ്യേണ്ടി വന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. തൻ്റെ മക്കൾ മരണപ്പെട്ടു പോയപ്പോൾ പോലും ശത്രുക്കൾ അതിനെപ്പോലും, മരണത്തെപ്പോലും ആഘോഷമാക്കി മാറ്റിയ ചരിത്രം നമ്മൾ വായിക്കുന്നുവെങ്കിൽ അവിടെയെല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസമായി കണ്ടെത്തിയത് സ്വർഗമാണ്. ചില ആളുകൾ പറയുന്നു സ്വർഗമെന്ന ഒന്നില്ല, നരകമെന്ന ഒന്നില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരോട് ന്യായമായി നമുക്ക് ചോദിക്കാനുള്ളത്, ആരാണിവിടെ തൃപ്തരായിട്ടുള്ളത് എന്നാണ്. ഇവിടെ എല്ലാ സൗകര്യത്തിൽ ജീവിക്കുന്നവനും അസംതൃപ്തിയിലും ആശങ്കയിലും ആകുലതയിലുമാണുള്ളത്. ഇവിടെ അസൗകര്യത്തിലും പ്രയാസങ്ങളിലും ഞെരുക്കത്തിലും കഴിയുന്നവരും ഇവിടെ അസ്വസ്ഥതയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യന് സ്വസ്ഥമായൊരു ജീവിതം എവിടെയാണ്? മനുഷ്യൻ്റെ മനസ്സാഗ്രഹിക്കുന്ന പോലത്തെ അവൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരു ലോകം എവിടെയാണ്? നമ്മൾ മരണം ആഗ്രഹിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. നഷ്ടങ്ങൾ ആഗ്രഹിക്കുന്നില്ല, വിഷമങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ദുഃഖങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വാർദ്ധക്യം നമ്മുടെ സ്വസ്ഥതയെ, നമ്മുടെ സമാധാനത്തെ, നമ്മുടെ ആരോഗ്യത്തെ ദ്രവിപ്പിച്ച് കളയുന്ന, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം തരണേ എന്നാണ് വയസ്സായ ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ആർക്കും ഞാനൊരു ഭാരമാകരുത് എന്നാഗ്രഹിക്കുന്ന വാർദ്ധക്യം ആരാണ് ആഗ്രഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ആദ്യം ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മുഴങ്ങിക്കേൾക്കുന്ന അനൗൺസ്, വ ഇന്നലക്കും മൻ തഹ്യൗ ഫലാ തമൂതു അബദ. ഇനി മരണത്തെക്കുറിച്ച് ഓർത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഇവിടെ മരണമെന്ന പ്രതിഭാസമില്ല. മരണത്തെ ഒരു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു അറുക്കുകയും നരകക്കാരെ വിളിച്ചുകൊണ്ട് പറയും, ഇനി മരണമെന്ന പ്രതിഭാസമില്ല എന്നാണ്. സ്വർഗത്തിലും അള്ളാഹു അത് ആവർത്തിച്ചു പറയുകയാണ്, ഇനി മരണമില്ല. ഇനി ഞാൻ മരിക്കുമോ എന്ന ഒരു പേടി, ഈ ഒരു രോഗം എന്നെ വല്ലാതെ നാശത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആധി നമുക്ക് വേണ്ട. കാരണം വ ഇന്നലക്കും മൻ തസിഹു ഫല തസ്കമു അബദ. രോഗമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നിങ്ങൾ ജീവിച്ചുകൊള്ളുക എന്നാണ് അവിടുത്തെ രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ്. വ ഇന്നലക്കും മൻ തശിബു ഫല തുഹറമു അബദ. നിങ്ങൾ പൂർണ്ണ യുവാക്കളായി ജീവിച്ചോളൂ, ഒരിക്കലും നിങ്ങളെ വാർദ്ധക്യം തൊട്ട് തീണ്ടുകയില്ല എന്നാണ് അവിടെ വിളിച്ചു പറയുന്നത്. വ ഇന്നലക്കും മൻ തൻഅമു ഫല തൈഅസു അബദ. ഒരു വാക്കോ ഒരു നോക്കോ ഒരു കേൾവിയോ ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചിന്തയോ നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന സാഹചര്യമേ ഉണ്ടാവുകയില്ല. പൂർണ്ണമായ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഒരാൾക്കും ഒരു വിഷമവും ഒരു വേദനയും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ലോകം വേണമെന്ന് നാം ഇവിടെ ആഗ്രഹിക്കുന്നു. സമ്പത്തുണ്ടായാലത് ഉണ്ടാകുമെന്ന് നാം തെറ്റിദ്ധരിച്ചു, മക്കളുണ്ടായാലത് ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചു, നല്ലൊരു വീടുണ്ടായാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നമ്മൾ വിചാരിച്ചു, ഒരു വാഹനമില്ലാത്തതാണ് എൻ്റെ പ്രശ്നം, ആ വാഹനമായാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടും അടുത്ത പ്രതിസന്ധിയും പ്രയാസങ്ങളും അസ്വസ്ഥതകളും നമ്മെ തേടി വരുന്നെങ്കിൽ ഇത് ദുനിയാവാണ്. ഈ ദുനിയാവ് പരീക്ഷണത്തിനുള്ള ആലയമാണ്. നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന, നമ്മുടെ മനസ്സിച്ഛിക്കുന്ന അതുപോലെ ജീവിക്കാനുള്ള ഒരു അവസരം അപ്പോൾ നമുക്ക് പടച്ച റബ്ബ് നിഷേധിച്ചുവോ? ഇല്ല. കാരുണ്യവാനായ റബ്ബ് അവൻ്റെ കാരുണ്യത്തിൻ്റെ 199 അംശവും മാറ്റിവെച്ച ഒരു സ്വർഗം അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മിതി പോലും അത്ഭുതമാണ്. ഒരു സ്ഥിരവാസത്തിനുള്ള ലോകം എങ്ങനെയായിരിക്കണമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നന്നായി അറിയാം. അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാണുമ്പോൾ തന്നെ നമുക്കിമ്പമുണ്ടാകുന്ന കാഴ്ചയാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികളാൽ പടുത്തുയർത്തപ്പെട്ട, കസ്തൂരി വമിക്കുന്ന നല്ല വെളുവെളുത്ത മണ്ണുള്ള, യാതൊരു ചളിയോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ചതുപ്പോ നമ്മെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഗർത്തങ്ങളോ വലിയ വലിയ കുന്നുകളോ കൊക്കകളോ ഒന്നുമില്ലാത്ത സുന്ദരമായ ഭൂമികയാണ് സ്വർഗലോകം എന്ന് പറയുന്നത്. ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത? ആകാശഭൂമികളെക്കാൾ വിശാലമാണത്. യാതൊരു തരത്തിലും അതിൻ്റെ കാഴ്ച തന്നെ, ഒറ്റമുത്തിൽ തീർത്ത കൊട്ടാരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള പച്ചപ്പുള്ള നല്ല തോട്ടങ്ങളുള്ള, വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളുള്ള, വ്യത്യസ്ത തരത്തിലുള്ള ഇച്ഛിക്കുന്നതെല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങളുള്ള, ഏറ്റവും സ്വാദിഷ്ടമായ പാനീയങ്ങളുള്ള, ഒരിക്കലും ദുർഗന്ധം വമിക്കാത്ത ശുദ്ധജലമുള്ള, ഒരിക്കലും പകർച്ച ബാധിക്കാത്ത ശുദ്ധമായ പാലിൻ്റെ അരുവിയൊഴുകുന്ന,
തേനിൻ്റെ അരുവി ഒഴുകുന്ന, ലക്ക് കെട്ട് മനുഷ്യൻ അവൻ്റെ അമ്മയെ കൊല്ലുന്ന, അവൻ്റെ ഭാര്യയെ കൊല്ലുന്ന, സ്വന്തം പെങ്ങളെ കയറി പിടിക്കുന്ന, തൻ്റെ ഉത്തരവാദിത്വം മറന്നുപോകുന്ന, മാരകമായ രോഗത്തിനടിമപ്പെടുന്ന തരത്തിലുള്ള ഒരു ദുരന്തവുമില്ലാത്ത സ്വാദിഷ്ടമായ ഏറ്റവും നല്ല മദ്യം, മുദ്രണം ചെയ്യപ്പെട്ട തരത്തിൽ സീല് പൊട്ടിക്കാത്ത ശുദ്ധമായ മദ്യം അള്ളാഹ് അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. മദ്യത്തിൻ്റെ അരുവി തന്നെ അവിടെ ഒഴുക്കപ്പെടുകയാണ്. എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഇന്ന ഫിൽ ജന്നത്തി ലശജർ യസീറു റാകിബു ഫി ളിൽഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. 100 കൊല്ലം ഒരു വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളി സഞ്ചരിച്ചാലും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത, കവർ ചെയ്യാൻ കഴിയാത്ത, മുറിച്ച് കടക്കാൻ കഴിയാത്ത ഒരു മരം, അതിൻ്റെ തണൽ അത്രയും വിശാലമാണ് എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, നാം ആഗ്രഹിക്കുന്നത് പോലത്തെ മാനസിക ശാരീരിക സമാധാനം അവിടെ നമുക്കുണ്ട്. നാം ഭയക്കുന്ന എല്ലാ ഭയവും നമ്മിൽ നിന്ന് അസ്ഥാനത്തായി പോകുന്നതാണ്. മരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന വാക്കെന്താണ്? ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾ ഒരിക്കലും ഇനി ഭയക്കേണ്ടതില്ല എന്നാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുൻതും തുഅദൂൻ. എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ് ആ റബ്ബിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി സ്വന്തം മനസ്സിനോടും പിശാചിനോടും സമൂഹത്തിൻ്റെ ആ പൊതുബോധത്തോടും പൊരുതി അള്ളാൻ്റെ ദീനിൻ്റെ വഴി ഉറച്ചു നിന്നവനോട് മലക്കുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത? വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. എന്തെല്ലാം നാം ആഗ്രഹിക്കുന്നു, എന്തെല്ലാം നാം സ്വപ്നം കാണുന്നു, എന്തെല്ലാം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, എന്തെല്ലാം സംഭവിക്കരുതേ എന്ന് നാം ആഗ്രഹിക്കുന്നു, എന്നാൽ അതെല്ലാം സംഭവിക്കുന്നുണ്ടോ ഇവിടെ? ഒരിക്കലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം നടക്കാതെ പോയി. ഒരിക്കലും എന്നെ ബാധിക്കരുതേ എന്ന് വിചാരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ബാധിച്ചു. അത് ഈ ദുനിയാവിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ സ്വർഗത്തിൽ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. സുഹൃത്തുക്കളെ, ചിന്തിക്കുന്ന ഹൃദയം നമുക്കുണ്ടെങ്കിൽ, കേൾക്കാനൊരു കാതുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിനെ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിർത്തി അതിൻ്റെ ചുളിവും അതിൻ്റെ നരയും അതിൻ്റെ ചേഞ്ചസും നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ ഈ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഞാൻ മത്സരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ബുദ്ധിയുള്ള ആളുകൾ, വൈബും ചില്ലും എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ആഗ്രഹിക്കുന്ന, അടിപൊളി ആഗ്രഹിക്കുന്ന, സൗന്ദര്യം ആഗ്രഹിക്കുന്ന, ആസ്വാദനം ആഗ്രഹിക്കുന്ന, ലൈഫിൽ എനിക്കൊന്ന് സുഖിക്കണം, എനിക്കൊന്ന് രസിക്കണം, എനിക്കൊന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അവർ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ എന്ത് ചെയ്താലും, ഇവിടെ എന്തെല്ലാം നേടിയാലും അത് ഒന്നുമല്ലാതായി പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ അങ്ങേയറ്റം പ്രയാസം സഹിച്ച് ജീവിച്ച ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ മുക്കി മുകളിലേക്ക് എടുത്തിട്ട് ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? ദുനിയാവിലാണ് അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും അയാൾ മറന്നുപോയി. എന്നാൽ ദുനിയാവിൽ ഏറ്റവും സുഖകരമായി ജീവിച്ചൊരു മനുഷ്യനെ നരകത്തിൽ മുക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? അയാളെല്ലാം മറന്നുപോയിട്ടുണ്ടാകും. അത്രയുള്ളൂ ഈ ദുനിയാവ്. ഇവിടുത്തെ ആയുസ് തന്നെ സമുദ്രജലത്തിൽ ഒരു തുള്ളി മാത്രമാണ്. എങ്കിൽ ഈ ഒരു തുള്ളി ആയുസ് കൊണ്ട് സുഹൃത്തുക്കളെ നാം നേടേണ്ടതാണ് സ്വർഗം. ഒരു തരത്തിലും ഒരു വിഷമവും നമ്മെ ബാധിക്കുന്നില്ല. നമ്മുടെ ഇണകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വ അസ്വാജുൻ മുതഹറ, ഏറ്റവും ശുദ്ധമായ ഇണകളാണ്. യാതൊരു തരത്തിലുള്ള ഹൈലില്ല, നിഫാസില്ല, ഇസ്തിഹാദത്തില്ല, മൂത്രമില്ല, കാഷ്ടമില്ല. ലാ യബൂലൂന വല യത്ഫുലൂന വല യതഖവ്വതൂന. ഖുർആൻ പറഞ്ഞവർ മൂത്രമൊഴിക്കുകയില്ല, അവർ കാഷ്ടിക്കുകയില്ല, അവർ തുപ്പുകയില്ല. സ്വർഗത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം അവർ കാഷ്ടിക്കാത്ത, മൂത്രിക്കാത്ത, തുപ്പാത്ത, വൃത്തികേടായ ഒന്നുമില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ ചോദിച്ചു, ഫമബാലു തുആം, അപ്പോൾ ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ പറഞ്ഞു, ജുശാഉൻ വറശ്ഹുൻ കറശ്ഹിൽ മിസ്ക്, അതൊരു വിയർപ്പും അതൊരു ഏമ്പക്കവുമാണ്, അതിനാകട്ടെ കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥേഷ്ടം ഭക്ഷണം കഴിക്കുകയാണ്. മാത്രമല്ല ആ ഭക്ഷണത്തിൻ്റെയൊക്കെ വെറൈറ്റീസ് എന്താണ്? ഒരു ഭക്ഷണം തന്നെ, ഒരു പഴം മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ സ്വർഗ്ഗക്കാർ പറയും, ഇത് നേരത്തെ കഴിച്ചതാണ്. അപ്പോൾ കൊണ്ടുവരുന്ന സുന്ദരന്മാരായ പരിചാരകന്മാർ, പിഞ്ചുമക്കൾ, അവർ പറയും, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടതല്ല, വ ഉതൂബിഹി മുതശാബിഹ, ഇത് അതുപോലത്തെ ഒന്നാണ്, കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. സുഹൃത്തുക്കൾ, അധ്വാനിക്കാതെ വല്ലതും കിട്ടുമോ? എന്നാൽ സ്വർഗത്തിൽ അധ്വാനിക്കേണ്ടതില്ല. ചാരുകസേരയിരുന്ന് ചാരിയിരുന്ന് ആഗ്രഹിച്ചാൽ തൻ്റെ മുന്നിലെല്ലാം വരും. എല്ലാം അവിടെ നിറക്കപ്പെട്ട നിലക്ക്, തയ്യാർ ചെയ്യപ്പെട്ട നിലക്കാണ്. മനസ്സ് ഇച്ഛിച്ചാൽ അതവിടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്തും ചോദിക്കാം. വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസുക്കും, എന്തും ആഗ്രഹിക്കാം.
വമ തദ്ദഊൻ, നിങ്ങൾക്ക് എന്തും ചോദിക്കാം, അതവിടെ മുമ്പിലുണ്ടാകും. വദാനിയത്തൻ അലൈഹിം ദിലാലുഹ, തണലുകൾ, പഴങ്ങൾ നമ്മുടെ മുന്നിൽ താഴ്ന്നു വരും. അത് ചെത്തണ്ട, മുറിക്കണ്ട, ജ്യൂസ് അടിക്കണ്ട, അരിപ്പ വെച്ച് അരിക്കണ്ട, പിന്നീട് ഷുഗർ ഒഴിവാക്കേണ്ടവർ ഷുഗർ ഒഴിവാക്കിയിട്ട് മറ്റേത് ഒഴിവാക്കിയിട്ട് അങ്ങനെ എന്തെല്ലാം പ്രിക്കോഷൻസ്, ഇതൊന്നും വേണ്ട. യഥേഷ്ടം നമുക്ക് കുടിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തെ തയ്യാർ ചെയ്തു വച്ചിരിക്കുകയാണ്. എത്ര സുന്ദരന്മാരും സുമുഖന്മാരുമാണ് അവിടെ. ഇവിടെ മനുഷ്യൻ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ എന്തെല്ലാം കൃത്രിമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിന് വലിയ പരിക്കുകൾ, കിഡ്നി ഫെയിലിയർ ആകുന്നു എന്നൊക്കെ വരെ നമ്മൾ പഠനങ്ങൾ, റിപ്പോർട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഇളം തെന്നൽ കാറ്റ് സ്വർഗ്ഗക്കാരെ തലോടുന്നതോടുകൂടെ എല്ലാവരും സൗന്ദര്യം വർദ്ധിക്കുകയാണ്. എല്ലാവരും സമപ്രായക്കാരാണ്. ആർക്കും അസംതൃപ്തിയില്ല. ആരും ഒരു തരത്തിലുമുള്ള ദുഃഖത്തിലോ പ്രയാസത്തിലോ അല്ല. പിന്നെയോ ഏതെങ്കിലും തരത്തിലൊരു ആരോപണമോ ആക്ഷേപമോ കുറ്റപ്പെടുത്തലുകളോ വ്യാജ വാർത്തകളോ ഒന്നുമില്ല. ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ തഅസീമ, യാതൊരുവിധ തരത്തിലുള്ള അന്യായമായിട്ടുള്ള വാക്കുകൾ, എന്തെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, സഹിക്കാൻ പറ്റാത്ത സാധന കുറ്റപ്പെടുത്തലുകൾ, അതൊന്നുമില്ലാത്തതാണ് സ്വർഗം. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, കയറുമ്പോൾ തന്നെ പറയുന്നത് സമാധാനം. സ്വർഗത്തിൻ്റെ പേര് തന്നെ ദാറുസ്സലാം. മലക്കുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് പറയും സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സമാധാനം സമാധാനം. പരസ്പരം എല്ലാവരും പറയുന്ന വാക്ക് സമാധാനം സമാധാനം. ഇവിടെ എന്താ ആളുകൾ ചെയ്യുന്നത്? സമാധാനം തേടി അലയുകയാണ്. പച്ച മനുഷ്യന്മാരെ വെട്ടി നുറുക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇവിടെ? മനസ്സ് വേദനിക്കുകയല്ലേ ആളുകൾ? കമൻറ്റ് ബോക്സിൽ കയറി നിന്ന് ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത്, വേദനകളാണ് പങ്കുവെക്കുന്നത്. സമാധാനമുണ്ടോ ഇവിടെ? എന്നാൽ സ്വർഗത്തിൻ്റെ പേര് തന്നെ സമാധാനം. അവിടെ വിളിച്ചു പറയുന്നത് സമാധാനം. ആർക്കും പകയും വിദ്വേഷവും ശത്രുതയും ഇല്ലാത്ത, വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുററിൻ മുതഖാബിലീൻ, ഒറ്റ ഹൃദയം പോലെ ഇഖ്വാനാണ്. ഹൃദയത്തിൽ നിന്ന് ഗില്ല്, പക ഊരിയെടുക്കപ്പെട്ട നിലക്കാണ് അവരെല്ലാവരും ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. എത്രമേൽ മഹത്വമാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് ഓരോന്നും കേട്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. സുഹൃത്തുക്കളെ, മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്വർഗം അത് അതുല്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ നിനക്കേറ്റവും ഉത്തമമാണ് സ്വർഗം ലഭിക്കുക, സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത്. അത്രയും വാല്യുബിളാണ്, അത്രയും പ്രഷ്യസാണ് ആ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ. അത് കിട്ടിയാൽ തന്നെ നോക്കൂ, നിങ്ങൾ അവസാനം സ്വർഗത്തിൽ പോകുന്നവനോട് എന്താ പറഞ്ഞ്? നിനക്ക് ഭൂമിയുടെ അത്രയുണ്ട്, അതിൻ്റെ 10 ഇരട്ടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അവസാനം സ്വർഗത്തിൽ പോകണവന് കിട്ടുന്ന ഒരു പ്രതിഫലം അത്ര വലുതാണെങ്കിൽ സ്വർഗത്തിൻ്റെ വ്യത്യസ്തമായ ദറജകൾ, ഉയർന്ന ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് കിട്ടുന്ന ആളുടെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സുഹൃത്തുക്കളെ, ഈ സ്വർഗം നമുക്ക് വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അപസ്മാര രോഗിയായ സ്ത്രീ വന്നു. അവർ പറഞ്ഞു, നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ രോഗം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, വ ഇൻ ശിഅ്തി സബർതി ലക്കിൽ ജന്ന, നീ ക്ഷമിക്കാൻ തയ്യാറാണോ, ഈ രോഗം നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ഒരുപാട് കഷ്ടപ്പെട്ടു. അവർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും അവർ കഠിനാധ്വാനം ചെയ്ത് എന്തിനാണ്? സബ്റൻ യാ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. ശത്രുക്കൾ കഠിനമായി പീഡിപ്പിച്ച യാസിർ കുടുംബത്തെ അള്ളാഹു ആശ്വസിപ്പിച്ചത് നിങ്ങൾക്കൊരു സ്വർഗമുണ്ട്, ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിജയമെന്ന് പറയുന്നത് ഈ ദുനിയാവിൽ കിട്ടുന്ന താൽക്കാലികമായ നേട്ടങ്ങളാണ്. തെറ്റിദ്ധരിച്ചു പോകരുത്. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിക്കും. വിജയമെന്ന് പറയുന്നത് സ്വർഗമാണ്. ഫമൻ സുഹ്സിയ അനിൻ നാരി വ ഉദ്ഖലൽ ജന്നത ഫഖദ് ഫാസ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ സംസാരം കേൾക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എനിക്കെത്ര വയസ്സായി, ഇത്ര കാലത്തെ എൻ്റെ അറിവും എൻ്റെ പ്രവർത്തനവും എൻ്റെ സ്വഭാവവും എൻ്റെ രീതിയും എൻ്റെ സാമ്പത്തികവും എൻ്റെ കാഴ്ചയും എൻ്റെ കേൾവിയും എല്ലാം വെച്ച് ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ഒരു കൃത്യമായ ഒരു ശക്തമായ മാറ്റത്തിന് നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അടിയുറച്ച് മരണം വരെ നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വ അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹുൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.